ഞാൻ 1-2 ദിവസമായിട്ടേ ഈ ശബരിമല, സ്വർണം, പോറ്റി ഈ വിഷയത്തിൻ്റെ ലൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 വിഷയങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ. അപ്പോൾ പോറ്റി സോണിയാഗാന്ധിയെ പോയി കണ്ട് കയ്യിലെന്തോ കെട്ടിക്കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ, ഒപ്പം ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ജ്വല്ലറി വ്യവസായിയായ ഗോവർദ്ധൻ ഉണ്ട്. ഒരു കയ്യിൽ എന്തോ ഒരു ഗിഫ്റ്റൊക്കെ സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ലൂപ്പിലൂടെ പോയി നോക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, ശിവൻകുട്ടി നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇവർ പറയാതെ പറയുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ മീഡിയാസിന് ഇട്ട് കൊടുക്കുന്ന, എന്നാൽ മീഡിയാസ് ടേക്കപ്പ് ചെയ്യാത്ത കുറേ പോയിന്റുകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയം വെച്ച് ഒക്കെ ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പം നമുക്ക് ഡീപ്പ് സെർച്ച് നടത്താം എന്തൊരു വിഷയത്തിലും. അപ്പം ഞാനിങ്ങനെ എടുത്ത് തപ്പിയ സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങളിങ്ങനെ ഒന്ന് നിങ്ങളെയും കൂടി അറിയിച്ചാൽ കൊള്ളാതെ തോന്നി. ഈ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആൻഡ് ഗോവർദ്ധൻ ഒക്കെ പോയി കണ്ട ആ ഒരു പെർട്ടിക്കുലർ സിനാരിയോ, ആ ഒരു സിറ്റുവേഷൻ, അതിനകത്ത് പല ചോദ്യങ്ങളും വരുന്നുണ്ട് അല്ലേ. അതായത് എന്തിന് സോണിയാഗാന്ധിയെ പോയി കണ്ടു, സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോ, സോണിയാഗാന്ധി ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷേ ഇതിന് വേറൊരു ഡയമെൻഷൻ വെച്ച് ചിന്തിക്കണോ എന്നുള്ളതിലാണ് പുതിയൊരു നറേറ്റീവ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ തന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങൾ തുടങ്ങാം തോന്നുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തില് ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശ്, അവര് സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട്. എന്തായാലും രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കല് എളുപ്പമല്ല, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കല്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? ആക്ച്വലി ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് തുറന്നു വെച്ചത് വലിയൊരു ബോംബ് പൊട്ടാനുള്ള ഐറ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, മീഡിയാസ് എടുത്ത് ഡിസ്കസ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഇവിടെ ഏതൊരു കേസ് വന്നാലും അതിൻ്റെ പല ഡയമെൻഷൻസും ചെക്ക് ചെയ്യുന്ന മീഡിയാസിനൊന്നും ഇങ്ങനത്തെ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയമെൻഷൻ ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഡയമെൻഷനെയും നറേറ്റീവിനെയും കുറിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇതിൽ ഈ ഉണ്ണികൃഷ്ണ പോറ്റി പോയപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കൂടെ പോയതാണ് ആന്റോ ആന്റണിയും അടൂർ പ്രകാശനും എന്നാണ് അടൂർ പ്രകാശൻ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ശരി, അപ്പം കോൺഗ്രസിൻ്റെ നേതാക്കളെക്കാൾ കൂടുതൽ പവർഫുള്ളാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ഥലത്ത് കയറി ചെല്ലാൻ, അതായത് ഏറ്റവും വലിയ നാഷണൽ ലീഡറിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ മാത്രം ഈ Z കാറ്റഗറി ഒക്കെ മാറ്റി വയ്ക്കും നിങ്ങൾ. സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇതൊരു ഒരു ഭയങ്കര ഫോർമലായിട്ടുള്ള പിക്ചറും അല്ല, ഇതൊരു ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ നമ്മളെ എന്താ പറയുക ബാക്കി കൂട്ടക്കാരെയും കുടുംബക്കാരെയും വീട്ടിലൊക്കെ ചെന്നിട്ട്, മനസ്സിലായി, സോണിയാഗാന്ധി കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഈ പോറ്റിക്ക് കയ്യിനെ വെച്ചു കൊടുക്കുന്നു. ഭയങ്കര എന്താ പറയുക, അവർക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു.
എന്തുവാടെ ഇത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ പറഞ്ഞ അയാളുടെ ഒപ്പം പോയി കോൺഗ്രസ് നേതാക്കന്മാർ പോറ്റിയുടെ കൂടെ പോയി, പോറ്റി അവരെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ പോറ്റി ആരുടേന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ. പോറ്റി ആരുടേന്നുള്ളത് ഇപ്പോഴും SIT അന്വേഷണത്തിലാണ്, അതവിടെ നിൽക്കട്ടെ. നമുക്കാദ്യം സോണിയാഗാന്ധി റിലേറ്റഡ് ആയിട്ട് എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ പല കോൺഗ്രസ് കൊങ്ങി ബെൽറ്റിലുള്ളവർക്കും അതിഭീകരമായ കുരു പൊട്ടും. ഈ വീഡിയോനിടയിൽ ഫുൾ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും തെറിവിളി ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഡാറ്റാസ് വെച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തള്ളിക്കറിഞ്ഞ് എനിക്കെതിരെ കേസ് ഇടാം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടാം, അല്ലെങ്കിൽ ഇത് ഗരാവോ ചെയ്യാം, നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു വ്യക്തി ഇത് ചെയ്തു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇതിന് പിന്നിലുണ്ടോ എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങൾ കാണുമ്പോഴും ഇപ്പം ഈ നടന്ന സംഭവമൊക്കെ ആയിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് ഞാൻ ഇവിടെ പറയുകയാണ്. ഹൂ ഈസ് സോണിയാഗാന്ധി? ഫസ്റ്റ് ചോദ്യം. സോണിയാഗാന്ധി ഈസ് ഫ്രം ഇറ്റലി, എല്ലാവർക്കും അറിയാം. ഈ സോണിയാഗാന്ധിയുടെ ഫാദർ സ്റ്റെഫാനോ മൈനോ, ഇതാണ് സോണിയാഗാന്ധിയുടെ ഫാദറിൻ്റെ പേര്. പവോലോ മൈനോ ആണ് അമ്മയുടെ പേര്. സോണിയാഗാന്ധിക്ക് 2 സിബ്ലിങ്സ് ആണുള്ളത്. ഓക്കെ, 2 സിസ്റ്റേഴ്സ്. അത് അനുഷ്ക എൽഡർ സിസ്റ്ററും നാദിയ യങ്ങർ സിസ്റ്ററും. അതിൽ നിന്ന് നാദിയ യങ്ങർ സിസ്റ്റർ ഐ തിങ്ക് ഷീസ് നോ മോർ. ഓക്കെ, അവർ മരിച്ചുപോയി. ഈ എൽഡർ സിസ്റ്റർ ഇപ്പോഴും ഉണ്ട്. ഇതിൽ ഈ സോണിയാഗാന്ധിയുടെ സിസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ തന്നെ ഇന്ത്യയിൽ കടന്നാക്രമിച്ച വേറൊരാളാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി. സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ ഭയങ്കര വൈറലാണ്. സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇത് വന്നില്ലേ, എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്നുള്ളത് ഞാൻ വേറെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ചെയ്യാം. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോംബ് പൊട്ടിയപ്പോൾ അതിനകത്ത് ജെഫ്രി എപ്സ്റ്റൈൻ്റെ പല ലോക നേതാക്കന്മാരും പല ബിസിനസ് ജയൻസുമായിട്ടുള്ള അയാളുടെ അവിഹിത ബന്ധക്കച്ചവട ഫോട്ടോഗ്രാഫ്, അങ്ങനെ പല സാധനങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2019 ഒരു ചാറ്റിനകത്ത് സ്റ്റീവ് ബാനോനും ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ഒരു ചാറ്റിനകത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു സംഗതി വന്നിട്ടുണ്ടായിരുന്നു എന്നും. എപ്സ്റ്റീൻ ഫയൽസിനകത്ത് ഇത്രയും വൃത്തികെട്ട നാറിയ കഥകൾക്കകത്ത് എവിടുന്നാണ് മോദി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് എങ്ങനെ അവിടെ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സിനാരിയോസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇന്ത്യയിൽ സുബ്രഹ്മണ്യൻ സ്വാമി മാത്രമാണ് ഏറ്റെടുത്ത് ഒരു ട്വീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊണ്ടിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ഈ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക വൈറൽ എലമെൻ്റായിട്ട് മാറുന്നുണ്ട്, പലരുടെയും കണ്ണിലെ കുരുവായിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി BJPയിൽ തന്നെ RSSൽ തന്നെ ഉള്ള കുറേയധികം ആളുകളുടെ നോട്ടപ്പുള്ളിയായിട്ട് ഇയാൾ മാറുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു എക്കണോമിസ്റ്റാണ്, ഫോർമർ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഐ തിങ്ക് 2016 ആ ടൈമിൽ 16-17 ടൈമിലാണ് തോന്നുന്നു അദ്ദേഹം മിനിസ്റ്ററായിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു, പിന്നെ മെല്ലെ അപ്പുറത്തേക്ക് ചാടി എന്നൊക്കെയാണ് ഇയാളുടെ ഒരു ഹിസ്റ്ററി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് സോണിയാഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിൻ്റെ സിസ്റ്റേഴ്സിനെ കുറിച്ചും ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇദ്ദേഹം കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂസിലും നിങ്ങൾ നോക്കിയാൽ മതി, കുറേ അധികം കാര്യങ്ങൾ. ബൊഫോസ് ഡീല്, റഫേൽ ഡീല്, അതിനകത്ത് നിന്ന് ഈ 2G സ്കാമിൻ്റെ സമയത്തൊക്കെ 18,000 കോടി രൂപ ഇവരുടെ സോണിയാഗാന്ധിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഈ വ്യക്തി ഉന്നയിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ഈ പറഞ്ഞ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങളിലെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്. ഇത് 2012-14 മാർച്ചിൽ ഓക്കെ ഇദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ, സുബ്രഹ്മണ്യൻ സ്വാമിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടൊരു വീഡിയോ ആണ്. അതിൻ്റെ തമ്പ് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. സോണിയാഗാന്ധി സിസ്റ്റർ ആൻറ്റിക് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ അതിവിടെ പ്ലേ ചെയ്യാം. Antique smuggling. Her sister Anushka, that's a Russian name. Her real name is Alexandria, but father gave the name Anushka.
She has 2 shops in Italy. One is called Ethnica, mean Rivolta, and another is called Ganapati, in the hometown of Sonia Gandhi's mother, or Bassano. And photographs have been produced, I've put it in court, and it shows antiques stolen from all over India. Who carted them there? The LTTE. People wouldn't believe me when I said that, but only now when the Italian government has announced that they have arrested 33 LTT persons in Italy, that people have come to know maybe there is something after all. Quattrocchi used to sell weapons to the LTT. And LTT has a huge presence in Palermo and in Naples and Milan. Now, of course, the Americans have got tough with them, so all the European governments are now cracking down on them, including Canada. So, anyway, antique smuggling. Why should the sister of Sonia Gandhi have an antique shop in the first place of Indian antiques? So that these are smuggled, they will be kept in the shop, then they will prepare bogus bills and take it to London and auction it with Sotheby's and Christie's. This racket also, I documented, court was convinced, issued notice to the CBI. CBI went to Italy, Italy wrote back, give us a letter rogatory. Need an FIR for that. Government of India said no. We will not register an FIR. The matter is there. No further. So, these are things which should shock you. Our own. ഈ 2 മിനിറ്റും 18 സെക്കൻഡും ഉള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഒരു വീഡിയോ, ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ വീഡിയോനകത്ത് ഇപ്പോൾ ശബരിമല ഇഷ്യൂ, ഈ ഉണ്ണികൃഷ്ണ പോറ്റി സോണിയാഗാന്ധി പിക്ചേഴ്സ് പുറത്ത് വന്നതും വെച്ച് ബോംബ് പൊട്ടാൻ മാത്രം കോൺസ്പിറസീസ് വേണമെങ്കിൽ ഇവിടെ മീഡിയാസിലും എതിർ പാർട്ടിക്കാർക്കും ഉണ്ടാക്കാൻ പറ്റും. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ആരും ഇവിടെ ഇത് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. ബട്ട് ഇവിടെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 സാധനങ്ങളാണ്. അതായത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ തുടക്കം തന്നെ കിടക്കുന്നത് എന്താ, ഈ എത്നിക്ക ആൻഡ് ഗണപതി, എത്നിക്ക ഇൻ റിവോൾട്ട ആൻഡ് ഗണപതി ഇൻ ഒർബസാനോ, ഈ ഇറ്റലിയിലെ 2 സ്ഥലങ്ങളിലായിട്ട് അലക്സാൻഡ്ര അല്ലെങ്കിൽ അനുഷ്ക, സോണിയാഗാന്ധിയുടെ എൽഡർ സിസ്റ്റർ, അവർ അലക്സാൻഡ്ര എന്നുള്ള അവരുടെ റിയൽ നെയിം, അനുഷ്ക എന്ന് പറയുന്നത് ഫാദർ വെച്ച നെയിം എന്നാണ് പറയുന്നത്. ഇവരുടെ ആൻറ്റിക് ഷോപ്സാണ്, അതും ഇന്ത്യൻ ആൻറ്റിക് പീസുകൾ വിൽക്കുന്ന 2 ഷോപ്സ് ഇവർക്ക് ഇറ്റലിയിലുണ്ട് എന്നുള്ളത്. അത് ഏത് കാലഘട്ടം മുതൽ ഇതിനകത്ത് കുറേ റെഫറൻസ് ഇദ്ദേഹം പറയുന്നുണ്ട്. അതിലേക്കൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വേണമെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, അവിടുത്തെ മീഡിയാസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റെടുത്തോ. നമ്മൾ ഈ കാറും ഈ ഒറ്റപ്പെടലും മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇതിനകത്ത് വല്ലവരും വന്നിട്ടിട്ട് പോയാൽ ഞാൻ പെട്ടു. അതുകൊണ്ട് മീഡിയാസിന് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ ടേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വൈഡായിട്ട് ഈ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണമല്ലോ. മനസ്സിലായോ? മുഖ്യമന്ത്രി ആ ഗൂർക്ക കാറിന് കീ മേടിച്ച ആ ഒരു പെർട്ടിക്കുലർ വീഡിയോന്ന് ഇപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഭീമ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാ കേരള ഗവൺമെൻറ്റുമായിട്ട് ഇങ്ങനൊരു സംഗതി സ്പോൺസർ ചെയ്തത്? അതിനെന്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി നടുവിൽ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മുഖ്യമന്ത്രീനെ വരെ വെച്ചിട്ട് ഇമേജുമായിട്ട് പല സാധനങ്ങളും ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ലിറ്ററലി എ ബോംബ്. ഓൾറെഡി സോണിയാഗാന്ധി ആൻഡ് സോണിയാഗാന്ധി സിസ്റ്റർ റിലേറ്റഡ് ആയിട്ട് പുരാവസ്തു സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു അലിഗേഷൻ, അതും കോടതിയിൽ ഡൽഹി ഹൈക്കോർട്ടിൽ 2002 സുബ്രഹ്മണ്യ സ്വാമി ഫയൽഡ് PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ CBI എൻക്വയറി ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞ് അത് CBI ഇവിടുന്ന് ഇറ്റലി ഗവൺമെൻറ്റിന് അയച്ച് ഇറ്റലി ഗവൺമെൻറ് റിവേർട്ട് ചെയ്തത് ഇവിടെ ഇന്ത്യയിൽ FIR ഇട്ടൊരു കേസ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ
ടേക്ക് അപ്പ് ദിസ് എന്നാണ്. അപ്പോൾ ഇൻ്റർപോൾ വരെ കണക്ട് ഞാൻ ഇന്നലത്തെ വീടും ഇൻ്റർപോൾ വരെ കണക്ട് ചെയ്യാൻ പോകാൻ പറ്റിയ ഐറ്റങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല വന്ന് നിന്നിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ അല്ല ഇതിനു മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഇൻ്റർനാഷണൽ എന്താ പറയുക ആൻറ്റിക് കടത്ത് സംഘം, പുരാവസ്തു കടത്ത് സംഘത്തിൻ്റെ ഒരു ഡീൽ ഇതിനകത്തുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇയാൾ എന്തറിയിട്ട് എനിക്കറിയാൻ പാടില്ല, ബട്ട് കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഈ ഒരു 2 ഷോപ്സിനെ കുറിച്ച്, എത്നിക്ക ആൻഡ് ഗണപതി, റിവോൾട്ടയിലുള്ള ഈ എത്നിക്ക ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഗണപതി ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ ആ ഭാഗത്ത് എൻ്റെ വീഡിയോ കാണുന്ന ഇറ്റലിയിലുള്ള ഏതെങ്കിലും മലയാളികൾ ഒന്ന് പോയി നോക്കി പറഞ്ഞതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇപ്പോൾ കറൻ്റ്ലി നെറ്റിൽ തപ്പിയെടുക്കാൻ ഭയങ്കര പാടുപെട്ടെടുത്തുള്ള പരിപാടികളാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഓക്കെ, കമ്മിങ് ടു ദിസ്. അപ്പോൾ 2002-2004 ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുകയാണ്. ഡൽഹി ഹൈക്കോർട്ടിൽ സുബ്രഹ്മണ്യ സ്വാമി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുകയാണ്. അതിൽ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ CBI ഇത് നോക്കണം എന്നാണ് ഡൽഹി ഹൈക്കോടതി CBIയോട് പറഞ്ഞത്. മാർച്ച് 2023 CBI ഫയൽഡ് ആൻ അഫിഡവിറ്റ് സ്റ്റേറ്റിംഗ് ദേ ഹാഡ് അപ്രോച്ച്ഡ് ഇന്റർപോൾ റോം ഫോർ ഇൻഫർമേഷൻ ഓൺ ദ ഷോപ്സ് ഓണർഷിപ്പ്. ഓക്കെ, ഷോപ്പ് ഓണർഷിപ്പിന് അതിന് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഇന്റർപോൾ റോമിനെ അപ്രോച്ച് ചെയ്തു എന്ന് പറയുന്നു. CBI noted that the Italian foreign minister had initially refused to provide details, stating that the request should be through formal judicial channels. അതായത് ഇവിടെ FIR ഇട്ടൊരു കേസ് എന്തിൻ്റെങ്കിലും പേരിൽ ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ട്, ഓക്കെ, ഇതേപോലൊരു ഇൻ്റർനാഷണൽ ആൻറ്റിക് സ്മഗ്ലിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാണാതെ പോയി. ഇന്ത്യയിൽ നിന്ന് ഇഷ്ടം പോലെ നമ്പർ ഓഫ് ഈ പറഞ്ഞ ഐഡൽസ്, വിഗ്രഹങ്ങൾ, ആൻറ്റിക് വാല്യൂ ഉള്ള ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് ഈ സാധനങ്ങൾ കൂടുതലായിട്ടുള്ളത്. കാരണം പുരാതന കാലം മുതലുള്ള, അതായത് ആൻറ്റിക് വാല്യൂ എത്രയാന്ന് പോലും പറയാൻ നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത മോഹവില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കേരളം വിലയ്ക്ക് വാങ്ങാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ കടം തീർക്കാൻ പാകത്തിനുള്ള വിലയ്ക്കൊക്കെ സാധനങ്ങൾ വിറ്റ് പോണ ഐറ്റങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ സായിപ്പന്മാർ അടിച്ചു മാറ്റി കൊണ്ടുപോയതല്ല. റീസെൻ്റ്ലി ഇപ്പോൾ ഈ 2019 ശബരിമലയിൽ നിന്ന് സ്വർണം പോയി എന്ന് പറയുന്നത്, സ്വർണം മാത്രമാണോ പോയി എന്നുള്ളത് ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. ബാക്കി എന്തൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങളത് ആലോചിച്ച് നോക്ക്, ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യ ഒട്ടാകെ എത്ര അമ്പലങ്ങൾ, എത്രയൊക്കെ ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ, ഇതൊക്കെ ഒരു സ്കെച്ചിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് എപ്പോഴോ തുടങ്ങിക്കാണൂടെ. അപ്പോൾ 2004 ആവുമ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനമായി. അതായത് ഇതിലൊരു പ്രോപ്പർ FIR ഇല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസും ഇറ്റലിയിൽ നിന്ന് ഈ 2 ഷോപ്പിനെ കുറിച്ച് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കൺക്ലൂഷൻ വന്നോട് കൂടിയിട്ട് ഈ സാധനം, ഈ കേസ് എന്താണെങ്കിലും അങ്ങോട്ട് എന്താ ചെയ്ത് അടച്ചുപൂട്ടി വെക്കേണ്ട ഒരു അവസ്ഥയായി സുബ്രഹ്മണ്യൻ സ്വാമിക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ടെലിഗ്രാഫ് ഇന്ത്യയിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വെക്കുന്നതിനാണ്. ചുമ്മാ ഞാനായിട്ട് എവിടെ എടുത്തോടുന്നൊന്നുമല്ല. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് പോർട്ടൽസിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി വന്നതാണ് ആ ടൈമിൽ. അപ്പം ഞാനിങ്ങനെ ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അടക്കം ഭരിക്കുന്ന കേരളത്തിലെ പാർട്ടിയെ അടക്കം ഇവിടെ പ്രതിപക്ഷത്തിന് കൊണ്ടുവന്ന് ഇതേപോലെ മുന്നിൽ നിർത്തി 100,000 ചോദ്യങ്ങൾ ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പോയിന്റ് വെച്ച് സോണിയാഗാന്ധിയുടെ സിസ്റ്ററിൻ്റെ ആൻറ്റിക് ഷോപ്പുകൾ, ഇറ്റലിയിലുള്ള 2 ഷോപ്പുകളുടെ ഡീറ്റെയിൽ വെച്ചിട്ട് എന്തുകൊണ്ട് തിരിച്ച് ചോദ്യം ബാക്കിയുള്ളവർക്ക് ചോദിച്ചുകൂടാ? കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്യാം. മറ്റേ ഈ ടോപ്പിംഗ് ഇടില്ലേ ഐസ്ക്രീമിൽ, അതുപോലെ ഇതൊരു വ്യക്തി ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ജന്മസ്ഥലത്തേക്ക്, സോണിയ മൈനോ, അതായത് സോണിയ ഗാന്ധിയുടെ ജന്മസ്ഥലത്തേക്ക് പോയ സമയത്ത് അവിടെ കുറച്ച് ലോക്കൽസിനോട് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്ക്രിബിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ സാധനം. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, he had met a long last a good old man said that there was a girl with the name from the village who had married the Indian president. Well, he had met
ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അതായത് രാജീവ് ഗാന്ധിനെയാണ് റെഫർ ചെയ്യുന്നത്, വിച്ച് രാജീവ് വാസ് അറ്റ് ദ ടൈം. ആൻഡ് സൂൺ വി ഗോട്ട് ഇൻ ടച്ച് വിത്ത് എ ലേഡി ഓഫ് ഒർബസാനോ. ഈ ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള എൽഡർ സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ഷോപ്പുള്ളത് ഒർബസാനോയിലാണ്. അതായത് ഈ ഒർബസാനോ ആണ് സോണിയാഗാന്ധിൻ്റെ ജന്മസ്ഥലം. told us about Sonia's shop located on the Regina Margareta Street. Okay, the shop was located near the village church. I discovered the shop without too much difficulty. There was a coffee bar opposite the shop which was named Ganpati. That is the name given after the Lord Ganesh, but on the calling card of the shop it states in Italian Argento Articoli Orientali, mean silverware and oriental article. On the shop front it says Giolioli, which means toys. The phone number എന്ന് പറഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് മൈനോ ഫാമിലി, അതായത് സോണിയാഗാന്ധിയുടെ ഫാമിലി ഡീറ്റെയിൽസ് തപ്പാൻ പോയ ഒരു വ്യക്തിയുടെ അയാൾ അവിടുന്ന് കണ്ട കുറേ പിക്ചേഴ്സ്, അതായത് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്ററിൻ്റെ അവിടുത്തെ ഈ ഷോപ്പിൻ്റെ കുറേ ഫോട്ടോസ്. ഓക്കെ, ഈ ഫോട്ടോസിനകത്ത് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഐഡൽസ് ഇരിക്കുന്നത് കാണാം, കുറേ വിഗ്രഹങ്ങൾ ഇരിക്കുന്നത് കാണാം. മനസ്സിലായി? അതിനകത്ത് കുറേ വിഗ്രഹങ്ങളുടെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിക്കാൻ നിന്ന് കഴിച്ചാൽ ആകെ സീനായിരിക്കും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാനായിട്ട് എവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നൊന്നുമല്ല. നിങ്ങൾക്കൊരു സെർച്ച് എഞ്ചിൻ എടുത്ത് വെച്ചിട്ട് ഡീപ്പ് സെർച്ച് നടത്തി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടും. ഫോട്ടോഗ്രാഫ് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് എ ഫ്യൂ ഓഫ് ഹിന്ദു ഐഡൽസ് ഫോർ സെയിൽ ആർ വിസിബിൾ ഓൺ ദ ഷെൽഫ്സ്. സോണിയാസ് പീപ്പിൾ കോൾ ദം ടോയ്സ്. അതായത് ഒർബസാനോയിലെ ഇറ്റലിയിലെ ആളുകൾക്ക് ഇത് ടോയ്സ് ആണ്. ഓക്കെ, അവിടെയുള്ള ആളുകൾക്ക് ഇത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഐഡലാണെന്നോ അങ്ങനെയൊന്നുമില്ല. അവർക്കിത് ജസ്റ്റ് ടോയ് എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ, അപ്പോൾ ഇറ്റലിയിലുള്ള സിസ്റ്ററിന് ഇന്ത്യൻ ആൻറ്റീക്സിൻ്റെ മുകളിൽ വന്ന ഭ്രമം എന്താണ്, എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിയത് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കേസിൽ, ഈ സിറ്റുവേഷനിൽ എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് കാര്യമില്ല. കാരണം CBI വരെ എടുത്ത് പൂട്ടി വെച്ചൊരു ഐറ്റമാണ്. ഈ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 2014 ബ്ലോഗ്, ഓക്കെ, വ്ളോഗല്ല കേട്ടോ, ബ്ലോഗ്, രാമനീസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട്, രാമനീസ്, അത് അങ്ങനെ ഫോട്ടോ ഒക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ബ്ലോഗ് ഞാൻ 2014 മാർച്ചിൽ കണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ സോണിയാഗാന്ധി ആൻറ്റീക്ക് ഇതെന്താ വിഷയം എന്നുള്ളതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഐറ്റമാണ് കേട്ടോ അത്. സോണിയാഗാന്ധി ആൻഡ് ആൻറ്റീക്ക് ഐഡൽസ് തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയൊരു വ്ളോഗാണിത്. രാമനീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റപ്പാണിത്, വ്ളോഗാണ്. ഇതിൽ എഴുതിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഓൺ 1/8/2002 smuggling of India's antique artifacts by Sonia Gandhi was brought up in the Indian Parliament by a Samta Party member. Many Indians have visited Italy and has seen the shops owned by Sonia Gandhi alias Edvige Antonia Albina Maino. അതായത് അവരുടെ പേര് അവിടുത്തെ ഇറ്റലിയിൽ. This was never been a secret. There is an antique store called Ganpati in Orbasano, Italy, Sonia's native place. The shop is owned by her relatives. Her smuggling activities began under Indira Gandhi's. Sonia was only Mrs. Rajiv Gandhi. Sonia Gandhi, an illiterate housemaid coming from a poor Italian mason's family, money making was the first criteria when she was married Rajiv. She never had education but had herself certified as an art expert, which gave her the opportunity to certify Indian artifacts as to which were museum pieces and which were not. അതാണ് സത്യത്തിൽ ഞാൻ എവിടെയും തപ്പിയിട്ട് എനിക്ക് കിട്ടാത്തൊരു ഐറ്റം. ബട്ട് ഈ ബ്ലോഗിനകത്ത് ഈ വ്യക്തി ഇത് പറയുന്നുണ്ട്. അതായത് കുറേ സ്ഥലത്ത് സോണിയാഗാന്ധിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും പലരും പറഞ്ഞു പോയിട്ടുണ്ട്. നൺ ഓഫ് മൈ ബിസിനസ്.
ബട്ട് സ്റ്റിൽ ഇത്, അതായത് ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ആൻറ്റിക് പീസുകൾ സർട്ടിഫൈ ചെയ്യാനുള്ള, അതും ഇന്ത്യൻ ആർട്ടിഫാക്ട്സ് സർട്ടിഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എക്സ്പെർട്ടീസ് ഉണ്ട്, അതിൽ സർട്ടിഫൈഡ് ആണെന്നുള്ളത്. ആ ക്ലെയിം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പ്ലീസ് ഫോർവേഡ് ഫോർ മീ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പറയുന്നു. പിന്നെ അതിനുശേഷം ഇലക്ഷൻ കമ്മീഷണർ Navi Chawla's wife Rupika Chawla not only helped Sonia but has seen supplied Indian antique to Sonia for smuggling into Italy. Sonia was close to cultural attaché at the Italian embassy and used to smuggle artifacts via diplomatic courier bags which escaped customs inspection. ഈ ആർട്ടിഫാക്ട്സ് മൊത്തം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി, ഡിപ്ലോമാറ്റിക് ബാഗേജ് കേരളത്തിലൊക്കെ വിവാദമായിട്ടുള്ള ഐറ്റങ്ങളാണ്, അപ്പോൾ അതുവഴി കടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം വരുന്നത്. ഓക്കെ, ആൻറ്റിക് സ്മഗ്ലിംഗ് ആൻഡ് മണി ലോണ്ടറിങ് ബൈ സോണിയ വിത്ത് LTTE ഹെൽപ്പ് വാസ് ഗോയിങ് ഓൺ സിൻസ് 1984. ഇതിനകത്ത് ഇതിൽ കൊട്രോച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ബൊഫോസ് കേസിൽ കൊട്രോച്ചീൻ്റെ കുറേ പേരുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ LTTEയും രാജീവ് ഗാന്ധിയുടെ കില്ലിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറച്ചധികം കാര്യങ്ങൾ ഇദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, മധ്യപ്രദേശ്, മുഗൾ പെയിൻറ്റിങ് അടക്കം കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മുഗൾ പെയിൻറ്റിങ് അടക്കം കുറേ പ്രഷ്യസ് ജേംസ് അടക്കം കുറേ സാധനങ്ങൾ, മ്യൂസിയം പീസുകൾ പ്രൊട്ടക്റ്റഡ് ആൻഡ് ബാൻ ഫ്രം എക്സ്പോർട്ട് അണ്ടർ ആൻറ്റിക് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട് 1972 ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട് പ്രകാരം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ ഐറ്റങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് കടത്തിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹം കുറേ ആളുകളുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് വിളിക്കുന്നത്, ഞാൻ കംപ്ലീറ്റ്ലി വായിക്കുന്നില്ല. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. വീഡിയോനകത്ത് ഞാൻ എടുത്ത് പറയാതിരിക്കാൻ കുറച്ചധികം റീസൺസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം പേരുകളും പോർഷൻസും ഞാൻ പറയാതെ വിട്ടിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിനകത്ത് അതായത് ജസ്റ്റ് ഒരു ഫോട്ടോ സോണിയാഗാന്ധീൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനും അവിടെ നിന്നിട്ട് പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ പോയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഈ കാര്യങ്ങളും കൂടി കേൾക്കുമ്പോൾ എൻ്റെ ഒരു ഡൗട്ട്സ് ഞാൻ പറയാം. അതായത് ഇത് എങ്ങനെ നമുക്ക് കോൺസ്പയർ ചെയ്യാം, ഏത് രീതിയിലും കോൺസ്പയർ ചെയ്യാം. ബിക്കോസ് നമുക്കിവിടെ സോണിയാഗാന്ധി വലുതല്ല, എനിക്കിവിടെ സോണിയാഗാന്ധി വലുതല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ എനിക്കിവരാരും വലുതല്ല. എനിക്കിവിടെ വലുത് എന്ന് പറയുന്നത് ഇവിടെ വിശ്വാസികളുടെ വിശ്വാസമാണ്. അപ്പം ഞാൻ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, ഞാൻ ഒരു വിശ്വാസിയല്ല. എനിക്കൊരു ദൈവത്തിലോ അല്ലെങ്കിൽ എനിക്കൊരു മതത്തിലോ വിശ്വാസം എനിക്ക് പേഴ്സണലി ഇല്ല. പക്ഷെ എൻ്റെ ചുറ്റോറും ജീവിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ജനിച്ച് വീഴുന്നവരിലേക്കൊക്കെ ഉള്ള ഒരു വെച്ചു കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട്. മൺമറഞ്ഞു പോയവർക്കുണ്ടായിരുന്നൊരു വിശ്വാസമുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസികളുടെ വേർപ്പും അവരുടെ അധ്വാനമാണ് ഈ കാണുന്ന ഓരോ അമ്പലങ്ങളിലും കാണുന്ന ഈ പറഞ്ഞുള്ള സ്വത്തും സമ്പത്തൊക്കെ. പിന്നെ പണ്ട് കാലങ്ങളിൽ നോക്കിയാലും അത് നമ്മളുടെ പാസ്റ്റിൽ നമ്മളുടെയൊക്കെ പ്രെഡിസസേഴ്സ്, നമ്മുടെയൊക്കെ ഏൻഷ്യൻ്റ് ആളുകളൊക്കെ അവരുടെ എന്താ പറയുക നയിപ്പും അവരുടെ വരുമാനമൊക്കെയാണ് ഒരു അമ്പലം. ബേസിക്കലി ഒരു അമ്പലം കോൺസെപ്റ്റിൽ അതാണ് സംഗതി മൊത്തം ഉള്ളത്. മനസ്സിലായോ? ഇതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഒരു ജനതയുടെ മൊത്തം വിശ്വാസം എന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു കല്ലിലായിരിക്കും, ഒരു പഞ്ചലോഹ വിഗ്രഹത്തിലായിരിക്കും. അതങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ആ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരു സാധനം അവിടുന്ന് ഒരു കൂട്ടം ആളുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വിശ്വാസികൾ പാവങ്ങൾ ഇവിടെ വന്നിട്ട് സ്വാമിയേന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിലും ഞാൻ പറയാം വിശ്വാസമില്ലാത്ത എനിക്കിതൊന്നും വിശ്വാസികൾ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പാവം തോന്നുന്നത് എവിടെ അറിയോ, സങ്കടം വരിക സത്യത്തിൽ. ഇങ്ങനെ കുറേ ആളുകൾ ഇരുന്നിട്ട് അവർ ഈ പറഞ്ഞ വിശ്വാസികളെ ഫുള്ള് ചതിച്ച് പറ്റിച്ച്
ഈ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ വിറ്റ് ഫുള്ള് പുട്ടടിച്ച് വലിയ സെറ്റപ്പായി. ഇവിടെ ഈ രാപ്പകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവൻ ഒരു നേരം പൈസ പോട്ടെ, മോൻ്റെ സമാധാനത്തിന് വേണ്ടി സ്വാമി എന്ന് വിളിച്ച് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് സ്വാമി എന്താ, അവിടെ ഇരിക്കുന്നത് ആരാ, ഡ്യൂപ്ലിക്കേറ്റാ ഒറിജിനലാ ഒന്നും അറിയാത്തൊരവസ്ഥ വരിക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലൊരു ശബരിമല മാത്രമൊന്നുമല്ല, ഇതൊക്കെ അടിച്ചു മാറ്റാൻ ഒരു ബെൽറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടം പവർ പൊസിഷനിലിരിക്കുന്ന ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, ഒരു സാധനം ബാക്കി ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ഈ ഡീമണി 6 വർഷം കൊണ്ട് വലിയ സെറ്റപ്പായി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ഡൗട്ട് എന്താ അറിയോ, ഇതൊരു കേരള ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പൊളിറ്റീഷ്യൻസും, എല്ലാ പവർ പൊസിഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ, കാരണം ഇത് ചില്ലറ പൈസേൻ്റെ പരിപാടിയല്ലടി, 1-2 പൈസേൻ്റെ പരിപാടിയല്ലല്ലോ, കോടിക്കണക്കിന് റുപ്യേൻ്റെ സാധനങ്ങളാണ്. കോടി ഇടാൻ പറ്റില്ല, അമൂല്യമായ വസ്തുക്കളാണ്, മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്ത വസ്തുക്കളാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് ഇതേപോലെ ഒരു ബെൽറ്റ് ഇട്ട് അടിച്ചുകൊണ്ട് പോവുക. ഇനി അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് SIT വന്നാലോ, കോടതി ഒരു ടീമിനെ വെച്ചിട്ട് ആ SIT വന്നത് അന്വേഷിച്ചാൽ കിട്ടും തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ഈ ആർക്കെങ്കിലും ഇപ്പോൾ ഈ വിശ്വാസികൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ തടിച്ചു പറ്റിക്കൊണ്ടായ ദൈവം തന്നെ തെളിയിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കണവരിരുന്നോ? ഞാൻ മക്കളെ പറയാണ്, ഇതൊന്നും തെളിയാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഉണ്ണികൃഷ്ണ പോറ്റീനെ പോലെ ഏതെങ്കിലും ഒരു പ്രോക്സീനെ കൊടുന്ന് വെച്ചിട്ട് അയാളെ തലയിലിടും. ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ചർച്ചകളൊക്കെ നിൽക്കും, അടുത്ത ഇലക്ഷൻ വരും, അടുത്ത പരിപാടി വരും, ഇതൊക്കെ നാട്ടുകാർ പറക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ അപ്പുറത്ത് കൂടെ ഇറങ്ങി പിടിച്ച് പോയി വേറെ വല്ല പരിപാടിയും നോക്കും. മനസ്സിലായോ? ഇത് കാര്യമായിട്ട് ഇതിലൊന്നും ഒരു ഫർദർ ഫോർവേഡിങ്സ് ഉണ്ടാവില്ല, ഫർദർ പ്രൊസീഡിങ്സ് കാണൂല ഇതിലൊന്നും. ഞാൻ ഇത് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പറയാലോ, ഇതൊരു വെൽ ഗ്രാൻഡ് പ്ലാനാണ്. ഉണ്ണികൃഷ്ണ പോറ്റിനെ 2007 ശബരിമലയിൽ കൊണ്ടുവന്ന് വെച്ചത് മുതലുള്ള പ്ലാനാണ്. അന്ന് മുതൽ തുടങ്ങിയ പ്ലാനിങ്ങാണ്. റൈറ്റ് ടൈം റൈറ്റ് സിറ്റുവേഷൻ കിട്ടി അവർ പൊക്കി. അത് പൊക്കിയത് സ്വർണം പൊക്കി പിടിച്ചു. ബാക്കിയുള്ളത് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുള്ളതിനെ കുറിച്ച് എന്തെപ്പോഴും അന്വേഷിക്കാത്തേ? അതാണ് മെയിൻ സാധനം. ശബരിമലയിൽ അയ്യപ്പൻ തന്നെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തപ്പുക. ആ അയ്യപ്പൻ്റെ ചൈതന്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു മൂലവിഗ്രഹം ഉണ്ടല്ലോ, അതുണ്ടോ നോക്ക്. അതിൻ്റെ സാധനങ്ങളൊക്കെ വെട്ടി പീസാക്കി കൊണ്ടുപോയോ അതോ ഒന്നിച്ചെടുത്ത് കൊണ്ടുപോയോ, ഇനി എന്ത് തിരിച്ചു വെച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ ആർക്കും. ഇവിടെ മന്ത്രിയും കള്ളനാ, തന്ത്രിയും കള്ളനാ, പോറ്റിയും കള്ളനാ, എല്ലാം കള്ളന്മാരാ. പാവം ഭക്തരോടാ പറയുന്നത്. സഹതാപം തോന്നുകയാണ് നിങ്ങളോടൊക്കെ.